എം പരിവാഹന്റെ വ്യാജ സന്ദേശം ദമ്പതിമാരുടെ 10 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പുകാർ തട്ടിയെടുത്തു. എം പരിവാഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ RTO അല്ലെങ്കിൽ MBDയുടെ ഒരു സൈറ്റാണ് എം പരിവാഹൻ. അത് ത്രൂ ആണ് നമ്മൾ വയലേഷൻസിൻ്റെ ഫീസൊക്കെ അടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചിലവർ റെസ്പോണ്ട് ചെയ്ത് അതിൻ്റെ ഒരു ലിങ്ക് വരും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ആക്സസ് അവർക്ക് കിട്ടും. അങ്ങനെ അതിൽ നിന്ന് ബാങ്ക് നമുക്ക് SMS ഒന്നും വരില്ല, അവർക്ക് പൈസ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പരിവാഹൻ്റെ നോർമലി അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കില്ല, SMS വരുള്ളൂ. ചില ആൾക്കാർ പറയും നമ്മുടെ ഫോണിൽ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ 1000 രൂപ തന്നിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചു കളയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, ഈ ഗവൺമെൻറ് ജീവനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അക്കൗണ്ട് അവരുടെ റിട്ടയർമെൻറ്റ് ഫണ്ടും അതുപോലെ പെൻഷൻസൊക്കെ വരുന്ന ആൾക്കാർ, അവർക്ക് റീസെൻ്റായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ആളുകളൊക്കെ ഇതുപോലെ വയലേഷൻസ് ഇപ്പോൾ ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വയലേഷൻസിൻ്റെയൊക്കെ മെസ്സേജൊക്കെ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, അപ്പം തന്നെ അടക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതൊരു 50+ 60 ആൾക്കാരെയൊക്കെയാണ് അവർ അതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യുന്നതല്ല. ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ കുറേയൊക്കെ അവയർനെസ് ഉണ്ട് ആളുകൾക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBD അല്ലെങ്കിൽ എം പരിവാഹൻ്റെ ഒരു മെസ്സേജും വാട്സപ്പ് ത്രൂ ഇതുവരെയും അവർ അയക്കില്ല, SMS ആണ് അയക്കുന്നത്. അതും നിങ്ങളീ പറഞ്ഞ പോലെ ഒരു RTO ഏജൻറ്റോ അതായിട്ട് അറിയുന്ന ആളുകളൊക്കെ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്തിട്ടൊക്കെ അടച്ചാൽ മതി. തിരക്കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 10 ദിവസം 12 ദിവസമൊക്കെ ഫൈനില്ലാണ്ട് അടക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അൺവാണ്ടഡ് ലിങ്ക്സൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് സൈബർ ക്രൈമിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്പറുകളൊക്കെ ഉണ്ട്. ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നല്ലാണ്ട് പോയ പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മൊബൈൽ മെസ്സേജുകളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കും.